രണ്ട് എക്സാമ്പിൾ പറയാം. രണ്ട് തരത്തിലുള്ള പാരന്റിങ്ങിന്, രണ്ട് തരത്തിലുള്ള കുട്ടികളുടെ ആറ്റിറ്റ്യൂഡിന്. ഒന്ന് ഒരുപാട് ചോയ്സുകൾ കിട്ടി വളർന്ന ഒരാള്, മറ്റൊന്ന് ഫേവറബിൾ അല്ലാത്ത കണ്ടീഷനെയും തനിക്ക് അനുകൂലമാക്കി മാറ്റിയ ഒരു കാര്യം. ഇന്നലെ ഒരാൾ വിളിക്കുകയുണ്ടായി. അദ്ദേഹം +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബിടെക്കിന് പോകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ബിടെക്കിന് പോകണമെന്നുണ്ടെങ്കിൽ നീ കീമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, കീമിന് രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഞാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പം കീമിനാണ് പോകാൻ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഉടനടി അവർ തന്നെ അടുത്ത ഓപ്ഷൻ ഇങ്ങോട്ട് NRI സീറ്റ് ഉണ്ടല്ലോ എന്നുള്ളത്. എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വിദൂര സ്വപ്നങ്ങളിൽ എവിടെയെങ്കിലും കീമോ നീറ്റോ ജെയോ ക്ലാറ്റോ ക്ലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് അപ്ലൈ ചെയ്തിടണം. ആ രജിസ്ട്രേഷന് വരുന്ന ചെറിയൊരു എമൗണ്ട് നിങ്ങൾ കാര്യമാക്കണ്ട. കാരണം നമുക്ക് ആ സമയത്ത് ഇത് എഴുതണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ തന്നെ പറഞ്ഞാലും നമുക്കത് സാധിക്കില്ല, നമ്മുടെ ഒരു വർഷം പോയി കിട്ടും. ഇനി ഇങ്ങോട്ടേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഉദാഹരണം കാണാൻ പറ്റും. നമ്മുടെ UPSCയുടെ റിസൾട്ട് വന്നപ്പോൾ കണ്ടു, തീർത്തും അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിലുള്ള ഒരു കുട്ടി ഏറ്റവും ഉയർന്ന റാങ്ക്, അത് ഒന്നാമത്തെ ചാൻസിൽ തന്നെ നേടിയെടുത്തിരിക്കുന്നു. അവളുടെ ഫോക്കസ്, അതുപോലെ തന്നെ ആ പാരന്റിങ് സ്റ്റൈല്, അവർ കൊടുത്തൊരു സപ്പോർട്ട്, തൻ്റെ കണ്ടീഷൻ എങ്ങനെയായാലും അത് തനിക്ക് അനുകൂലമാക്കി മാറ്റിയിട്ട് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു കേസ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെയാണ് നടക്കുന്നത്. പറയുന്നത് നമ്മുടെ സമയം വേസ്റ്റ് ചെയ്ത് കളയരുത്. ചെറിയ ചെറിയ നഷ്ടങ്ങൾ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും എന്തൊക്കെ തന്നെ കൊടുത്താലും തിരിച്ചെടുക്കാൻ പറ്റാത്ത വലിയ നഷ്ടങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. സോ ബി വെരി വെരി കെയർഫുൾ. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.